ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളപ്പോൾ നമ്മുടെ ഡേ 3 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. രാവിലെ തന്നെ നേരെ ആഗ്രയിലേക്ക് പോവാണ്. ഇന്നലെയും പിന്നെ ഞാൻ നോക്കി നമ്മൾ ഡൽഹി കുറേ കണ്ടു. ഇന്ന് രാവിലെ ആഗ്രയിലേക്ക് പോയി അവിടെ ചെന്ന് സ്റ്റേ ഒക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ താജ്മഹലിലേക്കും പിന്നെ സിക്കന്ദ്ര അങ്ങനെ ഒരു ഫോട്ടോ അവിടെയൊക്കെയാണ് പോകുന്നത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാണാം. ഡൽഹിയിൽ നിന്ന് ആഗ്രയിലോട്ട് ഏകദേശം ഒരു 5 മണിക്കൂർ യാത്രയുണ്ട്. സോ ഞങ്ങൾ അതിരാവിലെ തന്നെ പുറപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് മേടിച്ചു. ഞങ്ങളിപ്പോൾ ആഗ്രയിലേക്ക് പോകുന്ന വഴിയിലാണ്. രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പോൾ അടുത്ത ആദ്യത്തെ സ്റ്റോപ്പിൽ നിർത്തി കുറച്ച് ഫുഡൊക്കെ കഴിക്കാം. ഞങ്ങൾക്ക് അവിടെ ഹോട്ടലിൽ നിന്ന് ബ്രെഡ് ഓംലെറ്റ് ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കാനും വാഷ്റൂമിലൊക്കെ പോകാനും വേണ്ടി നിർത്തിയതാണ്. എന്താണ് എഴുതിയിരിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു സ്പോട്ടിൽ നിർത്തി. ഇപ്പോൾ ഒരു കാറിനുണ്ട് ഗുജറാത്തിൻ്റെയാണ്. എന്തായാലും നമ്മൾ നിർത്തി. ഇപ്പോൾ അച്ഛനൊക്കെ വെയിലൊക്കെ കായാനായിട്ട് നിൽക്കുവാണ്. രാവിലെ വെയിൽ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ നല്ല തണുപ്പുണ്ട്. ആ തണുപ്പ് മാറ്റാനായിട്ട് കുറച്ച് ചൂട് ചായയും കുറച്ച് ചൂട് വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ അവിടെ അങ്ങനെ ഇരുന്നു. ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വാഷ്റൂമിലേക്ക് പോകാനായിട്ട് നിർത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ അകത്തൂടെ കയറി അപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കിടിലം വ്യൂ. കിടിലം വെച്ചതാ കണ്ടോ ബാക്കിൽ അടിപൊളി പാടമൊക്കെ പൂത്ത് വിഷയം വ്യൂ. മല്ലു സിംഗ് സിനിമയിലൊക്കെ കാണുന്ന നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഞങ്ങളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് ബാക്ക് ചെയ്ത് തന്നെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ട്. സൈഡിലോട്ടൊക്കെ നോക്കിയിരുന്നാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്, നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം സിക്കന്ദ്രയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ പ്ലാൻ ചെറിയൊരു ചേഞ്ച്. റൂമിൽ പോകുന്നതിന് മുമ്പേ ഓൺ ദ വേ ആണ് ഈ സിക്കന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ നമ്മൾ സിക്കന്ദ്ര എത്തിയിരിക്കുകയാണ്. സിക്കന്ദ്രയിൽ അവരൊക്കെ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് വെയിറ്റിംഗ് ആണ്. അക്ബർ ചക്രവർത്തി ഇല്ലേ, പുള്ളിയുടെ ടൂംബാണ് ഇവിടെ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കയറി കാണാം. ബാക്കിൽ കാണുന്നതാണ് സിക്കന്ദ്ര, കാണാനല്ലേ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. സീ യു ദേർ. ഈ സിക്കന്ദ്ര ഫോർട്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ചതും അക്ബർ തന്നെയാണ്. അദ്ദേഹത്തിനെ അടക്കം ചെയ്തിരിക്കുന്നതും ഇവിടെ തന്നെയാണ്. നടന്ന് നമ്മളിതാ എത്തിക്കഴിഞ്ഞു സിക്കന്ദ്രയുടെ അടുത്ത്. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് സിക്കന്ദ്ര എന്നാണ് കണ്ട. അടിപൊളിയാണ്. ബാക്കിൽ ഈ ബസ്സുകാരുടെ ഹോണടി ഒരു രക്ഷയില്ല. അക്ബർ ശരിക്കും ഒരു മതത്തിലല്ല, എല്ലാ മതവും ഒന്നാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. ദിനിലാഹി എന്ന് പറഞ്ഞ ആ ഒരു മതത്തിനൊക്കെ ഒരു രൂപം നൽകിയത് അദ്ദേഹമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കെട്ടിടത്തിലും അല്ലെങ്കിൽ ഈ ഒരു മോണ്യുമെൻറ്റിലും ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാമിക്, ബുദ്ധിസ്റ്റ്, ജൈനിസ്റ്റ് അങ്ങനെ എല്ലാതരം മതങ്ങളുടെയും ഒരു തീമുകൾ ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അക്ബർ തന്നെയാണ് ഈ ഒരു ടൂംബ് എവിടെ വേണമെന്നും അതിൻ്റെ സ്ഥലവും അത് അദ്ദേഹത്തിൻ്റെ തന്നെ മേൽനോട്ടത്തിലാണ് അദ്ദേഹം അത് കൺസ്ട്രക്ഷൻ ആരംഭിച്ചതും കാര്യങ്ങളും എല്ലാം. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ജഹാംഗീറാണ് ഇതിൻ്റെ കംപ്ലീഷൻ ചെയ്തത്. അവസാനം ഈ ഒരു പിരമിഡൽ ടോംബിൻ്റെ കംപ്ലീഷൻ ചെയ്തത് ജഹാംഗീറാണ്. റെഡ് സാൻഡ്സ്റ്റോൺ വെച്ചാണ് ഇതിൽ 3/4 ഭാഗവും ഈ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളും പൊട്ടി തുടങ്ങിയിരിക്കുന്നു. സോ അത് എങ്ങനെയെങ്കിലും അവരതൊന്ന് റീസ്റ്റോർ ചെയ്ത് നേരെ കീപ്പ് ചെയ്യാനായിട്ട് അവർ നല്ലതായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഈ കാണുന്നതാണ് ദ ഗ്രേറ്റ് അക്ബറിൻ്റെ ശവകുടീരം. കുറച്ച് നേരം വളരെ മൗനമായിട്ട് നിന്ന് അതൊക്കെ കണ്ട് ഒബ്സർവ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ തന്നെയാണ് ജോധാബായ് അല്ലെങ്കിൽ മറിയം ഉസ് സമാനി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയുടെയും ശവകുടീരം ഉള്ളത്. വളരെ ഭംഗിയുള്ള ആർക്കിടെക്ചറാണ് ഈ സ്ഥലങ്ങളിലെല്ലാം ചെയ്തിരിക്കുന്നത്. അവിടെ ആ പ്രാവൊക്കെ പറക്കുന്നുണ്ട്. ഇവിടുത്തെ സംഭവം ആ കോർണറിൽ ഒരാൾ പോയി. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ക്വയർ കണ്ടോ, അവിടെ നിന്ന് കൈയടിക്കുമ്പോൾ ഉള്ള എക്കോ അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കേൾക്കാൻ പറ്റൂ. ഈ ഭാഗത്ത് നിൽക്കുന്നവർക്കോ അങ്ങോട്ട് നിൽക്കുന്നവർക്കോ കേൾക്കാൻ പറ്റില്ല. ഭയങ്കര സെറ്റപ്പ്. അതായത് അമ്മായി അവിടെ നിന്ന് കൈ കൊട്ടുമ്പം ആ ശബ്ദം അമ്മായിക്ക് മാത്രമേ കേൾക്കാൻ പറ്റൂ. എക്കോ നമുക്ക് എക്കോ കേൾക്കില്ല, ജസ്റ്റ് ആ ക്ലാപ്പേ കേൾക്കുള്ളൂ. ആ നിൽക്കുന്ന ആ ചേച്ചി കണ്ടോ, അവരാണിത് പറഞ്ഞു തന്നത്. ഈ ഒരു ടെക്നിക്ക് ഇവിടെ ഉണ്ട്. ഈ മൂലയിൽ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ മൂലയിൽ നിൽക്കുന്നവർക്ക് കേൾക്കാം. ഈ കോർണറിൽ നിന്ന് സംസാരിച്ച ആ എൻറ്റയർലി ഡയഗണലി ഓപ്പോസിറ്റ് കോർണറിലുള്ളവർക്ക് കേൾക്കാം. ഭയങ്കര സീക്രട്ടായിട്ട് അത് രസമുണ്ട് കേട്ടോ പരിപാടി. രസമൊന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് അവിടെ ഉള്ളത്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ ഇങ്ങനെ ഒരു ടെക്നോളജി ചെയ്തെടുത്തു എന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കൈയടിക്കുമ്പോഴത്തേക്ക് എക്കോ അവിടെ നിൽക്കുന്ന ആ ഒരു പോയിന്റിൽ മാത്രം കേൾക്കുക, ശബ്ദം ഒരു മൂലയിൽ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണറിൽ കേൾക്കുക. പിന്നെ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളുള്ളൊരു മോണ്യുമെൻ്റാണ് നമ്മുടെ ഈ സിക്കന്ദ്ര ഫോർട്ട്, അക്ബറിൻ്റെ ടൂം.
പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിൽ മാർബിൾ കൊണ്ടും സാൻഡ് സ്റ്റോൺ കൊണ്ടും നിർമ്മിച്ച ആ ഒരു നിർമ്മിതികളാണ് ചുറ്റുമായിട്ടുള്ളത്. എന്താണല്ലേ, മരണത്തിന് ശേഷവും അവർ രണ്ടുപേരും വിട്ടുപിരിയാതെ ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും വിശ്രമം കൊള്ളുന്നത്. എന്തായാലും വളരെ ഭംഗിയുള്ള രീതിയിലാണ് അവിടെ ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അകത്തൊക്കെ ഭയങ്കര ക്വയറ്റും ഭയങ്കര തണുപ്പുമാണ്. ഈ ഒരു കൺസ്ട്രക്ഷൻസ് ഒക്കെ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കണം അതിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിങ് ഒക്കെ നമ്മൾക്കൊന്നും ഇപ്പോൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാം കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങി. ട്രാവലറിൽ കയറിയിട്ട് ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോയപ്പോഴാണ് നമ്മൾ താജ്മഹലൊക്കെ ഇരിക്കുന്ന ഏരിയ എത്താറായി. അപ്പോൾ വലതുവശത്തായിട്ട് ഞങ്ങൾ മനോഹരമായൊരു കോട്ട കണ്ടു. പക്ഷേ അത്രയും മനോഹരമായ കോട്ട ഒരു ജയിലായിരുന്നു എന്നും ഷാജഹാൻ അവിടെ പൂട്ടിയിടപ്പെട്ടതാണെന്നും ഒക്കെ ഞങ്ങൾക്ക് പിന്നെയാണ് മനസ്സിലായത്. നമ്മുടെ ഷാജഹാനെ മകനായിട്ടുള്ള ഔറംഗസീബ് തളച്ചിട്ട അല്ലെങ്കിൽ പൂട്ടിയിട്ട ഒരു കോട്ടയാണ് ഈ ആഗ്ര ഫോർട്ട്. ഷാജഹാനിൽ നിന്നും ഭരണം കയ്യേറാനായിട്ട് ഔറംഗസീബ് അദ്ദേഹത്തെ പൂട്ടിയിട്ടു, കൊല്ലുന്നതിന് പകരം ജയിലിലിട്ടു. എങ്കിലും ഔറംഗസീബ് ഷാജഹാൻ ഒരു ഇളവ് ചെയ്തു കൊടുത്തു. എന്താണ്, ഇന്നും ആഗ്ര ഫോർട്ടിൽ നിന്ന് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായിട്ടുള്ള മുംതാസിനെ അടക്കം ചെയ്തിരിക്കുന്ന താജ്മഹൽ അവരുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച ആ താജ്മഹൽ കാണാനൊരു അവസരം ചെയ്തു കൊടുത്തു. എന്തായാലും അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ താജ് റിസോർട്ട്സിലേക്ക് പോയി. ഹോട്ടലെത്തി, താജ് റിസോർട്ട്സ് എത്തി. ഇനി നേരെ റൂമിലേക്കാണ്. ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കാണിച്ചു തരാം. വളരെ ഭംഗിയുള്ള ആ ഒരു എക്സ്റ്റീരിയറും സ്വിമ്മിംഗ് പൂളും ഒക്കെ കണ്ടിട്ട് നേരെ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ വരാനാണ് ഞങ്ങളുടെ പ്ലാന്. സോ ഞങ്ങൾ അതിനായിട്ട് നേരെ റൂമിലേക്ക് പോയി. റൂമിലെത്തി. താജ് റിസോർട്ട്സിൻ്റെ ഇവിടെ ബാത്ടബൊക്കെയുള്ള ടോയ്ലറ്റ്, ബാത്ടബ് അടിപൊളി സെറ്റപ്പാണ്. റൂം കുളിക്കാനായിട്ടൊക്കെ റെഡി ആയിട്ട് നിന്നപ്പോൾ ഞങ്ങളെ പെട്ടെന്ന് ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചു. ഇല്ലെങ്കിൽ ലഞ്ച് ടൈം കഴിയുമെന്ന് പറഞ്ഞു. സോ ഞങ്ങൾ അവിടെ പോയിട്ട് നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്നെ കഴിച്ചു. ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, മട്ടൺ, പിന്നെ അല്ലാതെ പോഹ, റൊട്ടി, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് എല്ലാം ഞങ്ങൾ കഴിച്ച് വയറൊക്കെ നിറച്ചിട്ട് നേരെ തിരിച്ച് റൂമിലേക്ക് പോയി കുളിച്ചു. അപ്പോൾ നമ്മുടെ റൂമിലെത്തി, ഫ്രഷായി, ബാത്ടബിലൊക്കെ അടിപൊളി കുളിയൊക്കെ കുളിച്ചു. ഇനി നേരെ താജ്മഹലിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ കാണാം. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ പുറത്തേക്ക്. നമ്മളപ്പോൾ താജ്മഹലിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ടിക്കറ്റ്സ് ഒക്കെ റെഡിയാണ്, എല്ലാം ആയിട്ടതേ പോകുന്നു. നമുക്ക് ഈ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്, അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ വകയായിട്ട് നമുക്കൊരു ഗൈഡിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിയാണ് നമ്മുടെ മുന്നിൽ നിന്ന് കൊണ്ടുപോകുന്നത്. സോ അവിടെ കാണാം. സോ നമ്മുടെ ഗൈഡ് ചേട്ടൻ വന്നിട്ട് നമ്മളെ ഒരു ഇലക്ട്രിക് ബഗ്ഗി, ഈ ബഗ്ഗിയിൽ കയറ്റി കൊണ്ടുപോയി. ഞങ്ങൾ ആ താജ്മഹലിലേക്ക് നമ്മുടെ ഇലക്ട്രിക് വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇലക്ട്രിക് വണ്ടികൾ മാത്രമേ അലോഡ് ആവുള്ളൂ. നമ്മുടെ ടീം എല്ലാം ഉണ്ട്. കത്തിച്ചു നല്ല സ്പീഡുണ്ട്. അവിടെ എത്തി ഡ്രോപ്പ് ചെയ്തു. ഇതാ നമ്മുടെ ബാക്കിൽ എൻട്രി കാണാം. അമിതമായിട്ടുള്ള പൊല്യൂഷനും വണ്ടികളുടെ പുകയൊക്കെ കാരണം താജ്മഹലിൻ്റെ കളർ മങ്ങി തുടങ്ങിയപ്പോൾ മുതൽ അങ്ങോട്ടേക്ക് ഇലക്ട്രിക് വണ്ടികളിൽ മാത്രമേ വണ്ടി പോകാനായിട്ട് അനുവദിക്കുള്ളൂ. പോകുന്ന വഴിയിലാണെങ്കിലും താജ്മഹലിൻ്റെ ഭംഗിയുള്ള പടങ്ങളും ഹിസ്റ്ററിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പോകുമ്പോൾ നല്ല ഭംഗിയായിട്ട് ആ ഒരു റെഡ് സാൻഡ് സ്റ്റോണിലാണ് ആ എൻട്രിയും വഴിയും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഓൺലൈൻ വഴി നമ്മുടെ മേക്ക് മൈ ട്രിപ്പ് തന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. നമ്മുടെ അകത്തേക്ക് കയറി ഗൈഡെല്ലാം ഇങ്ങനെ പറഞ്ഞു തന്നു പോവാം, കഥകളും കാര്യങ്ങളും എല്ലാം. താജ്മഹലിലേക്ക് പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ള ഉദ്യാനവും കോട്ടിയാടും പിന്നെ എൻട്രൻസും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഈ എൻട്രൻസ് നിർമ്മിച്ചിരിക്കുന്ന റെഡ് സാൻഡ് സ്റ്റോണും മാർബിളും ബ്ലെൻഡ് ചെയ്തിട്ടാണ്. സോ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് സ്പെൻഡ് ചെയ്ത് കഥകളും ആ ഒരു ഇൻഡോ പേർഷ്യൻ ഒരു കൈൻഡ് ഓഫ് ഡിസൈനാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള അറബിക് ടച്ചുള്ള കുറച്ച് എഴുത്തുകളും കാര്യങ്ങളും എല്ലാം അവിടെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനും ആ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനും സാധിച്ചു. വലിയ കഥയൊക്കെ പറഞ്ഞു തരികയാണ് ഇതിനെക്കുറിച്ച്. മാർബിളും പിന്നെ പണിക്കാരെ എൻ്റെ കഥകളുണ്ട്. കൊള്ളാം. അങ്ങനെ താജ്മഹലിന് ചുറ്റുമുള്ള ബാക്കി സ്ഥലങ്ങളിലേക്ക് കഥയും മറ്റും കേട്ടിട്ട് ഞങ്ങൾ മെല്ലെ താജ്മഹലിലേക്ക് നടക്കാൻ തുടങ്ങി. മനോഹരമായൊരു എൻട്രൻസിൽ ഒരു ചെറിയൊരു ഇരുട്ടൊക്കെ ഉണ്ട്. ആ ഒരു ഇരുട്ട് കഴിഞ്ഞ് മനോഹരമായി ദൂരെ വെളിച്ചമായിട്ട് താജ്മഹൽ ഇങ്ങനെ മിന്നി നിൽപ്പുണ്ട്. വെണ്ണക്കല്ലിൽ തീർത്ത അത്ഭുതമായ ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു വരുന്നു. തൻ്റെ പ്രിയപത്നിയായിട്ടുള്ള മുംതാസിനോട് ഷാജഹാനുള്ള പ്രണയത്തിൻ്റെ സൂചകമായിട്ട് അദ്ദേഹം നിർമ്മിക്കാനായിട്ട് ഉത്തരവിട്ട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട മനോഹരമായിട്ടുള്ള ഈ ഒരു താജ്മഹലിൽ ഒരുപാട് വെള്ള മാർബിളും ഡയമണ്ട്സും മറ്റും പതിച്ചിട്ടുണ്ടെന്നും മറ്റുമാണ് കഥകൾ.
അതിന് ചുറ്റുമുള്ള സ്ഥലത്ത് തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് മറ്റു ആൾക്കാരുടെ ഭയങ്കരമായ തിരക്കാണ്. നടുക്കൊരു ചെറിയൊരു കനാല് പോലെ കുറച്ച് വെള്ളം ഒഴുകുന്നൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് സൈഡിലൂടെ ഇങ്ങനെ ചുറ്റി നടന്ന് നേരെ താജ്മഹലിൻ്റെ അടുത്തേക്ക് പോകുകയാണ്. അവിടെ ചെരുപ്പൊന്നും ഇടാനായിട്ട് അനുവദിക്കില്ല, അല്ലെങ്കിൽ ചെരുപ്പിടുന്നെങ്കിൽ തന്നെ ചെരുപ്പിന് മുകളിലൂടെ അവർ തരുന്ന ചാക്ക് പോലൊരു സാധനം കൊണ്ട് ഒരു കവറുണ്ട്, അതിട്ടേ നടക്കാവെന്നൊക്കെ പറഞ്ഞു. സോ അതൊക്കെ വാങ്ങിച്ചിട്ടു. ഞങ്ങൾക്ക് അതൊരു ഫണ്ണി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. കാരണം ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഓരോ വേഷം കെട്ടുകൾ. ഞങ്ങളെന്തായാലും അതൊക്കെ വാങ്ങിച്ചിട്ട്, അതെല്ലാം ഈ പൈസ കൊടുത്താണ് കേട്ടോ, എല്ലാം ഒന്നും ഫ്രീ അല്ല, എല്ലാം പെയ്ഡാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് ഞങ്ങൾ റെഡിയായി. ഇടാനായിട്ടുള്ള കവറും കാര്യങ്ങളൊക്കെ കിട്ടി. ഇതൊക്കെ ഇട്ട് വേണം കയറാൻ. ഇവിടെ ഈ പൊല്യൂഷൻ്റെയൊക്കെ കാര്യങ്ങളുണ്ടായി. പിന്നെ മാത്രമല്ല വൃത്തികേടാവാതിരിക്കാൻ ബാക്കിലുണ്ട്. എന്ത് ഭംഗിയില്ലേ. അപ്പോൾ നമ്മുടെ അകത്തേക്ക് പോവാണ്. അകത്ത് ഫോൺ അലോഡാണോ എന്നറിയില്ല. താജ്മഹലിനകത്ത് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ കയറുമ്പോൾ അകത്ത് നമുക്ക് ടൂമ്പ് എന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നതല്ല യഥാർത്ഥ ടൂമ്പ്. യഥാർത്ഥത്തിൽ മുംതാസിനെ അടക്കം ചെയ്തിരിക്കുന്നത് താജ്മഹലിൻ്റെ നേരെ അടിയിൽ വേറൊരു സ്പോട്ടിലായിട്ടാണ്. അവിടെ നമുക്ക് വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ അത് തുറന്ന് അവിടെ പ്രാർത്ഥിക്കാനും മറ്റുള്ള അവസരങ്ങൾ തരുള്ളൂ. പിന്നെ അതേ നമുക്ക് ഈ ഗൈഡ് നമുക്ക് അവിടുത്തെ ആ ഒരു ഡിസൈനും ആർക്കിടെക്ചറിനെ പറ്റി കുറേ കഥയൊക്കെ പറഞ്ഞു തന്നു. താജ്മഹലിന് നേരെ ബാക്കിലായിട്ട് ആ ഒരു നദിയുടെ തീരത്തായിട്ട് ഷാജഹാൻ തനിക്ക് വേണ്ടി ഒരു മഹൽ അവിടെ കഴിപ്പിച്ചുകൊണ്ടിരുന്നു. എന്താ പറയുക, ഒരു കാല മഹൽ എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് വെച്ചിട്ട്, അതായത് നമ്മുടെ ഗ്രാനൈറ്റ്, ബ്ലാക്ക് മാർബിൾ അല്ല ഗ്രാനൈറ്റ് വെച്ചിട്ട് ഒരു കെട്ടിടം അവിടെ നിർമ്മിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ഒരു സമയത്താണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ആ സ്പോട്ടിലാണ്. ആ ഒരു സമയത്താണ് പക്ഷേ ഔറംഗസീബ് ഇത്രയും പൈസ മുടിച്ചത് മതി, ഇനി കൂടുതൽ പൈസ എടുത്ത് ചിലവാക്കണ്ടെന്ന് പറഞ്ഞ് പുള്ളിയെ ഇതിനകത്ത് കിടന്ന മുംതാസ് മഹലിൻ്റെ ഇത് കാണാനായിട്ട്, അതായത് മുംതാസ് മഹൽ മരിച്ചു കിടക്കുന്ന ആ ഒരു ശവകുടീരം കാണാനായിട്ട് അതിനുശേഷം അതിന് ഓപ്പോസിറ്റായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു ശവകുടീരം പുള്ളി ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു, ഒരു ബ്ലാക്ക് താജ്മഹൽ. പക്ഷേ സമയത്തേക്ക് ഔറംഗസീബ് അങ്ങനെ ആഗ്ര ഫോർട്ടിനെ കൊണ്ട് അടച്ചു കളഞ്ഞു. ഇത്ര വർഷം മുമ്പ് ഉണ്ടാക്കിയതാണെങ്കിലും അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4 ഗോപുരങ്ങളിൽ ഓരോ ചരിവ് കൊടുത്തിട്ട് ഒരു കാരണവശാലും ഒരു എർത്തുകേക്ക് പോലും ഇത് വീഴില്ല, അല്ലെങ്കിൽ ഇടിഞ്ഞ് വീണ് താജ്മഹൽ നശിക്കില്ല എന്നുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു മതിലുകളുടെ ഗോൾഡൻ തിളക്കം നിങ്ങൾക്ക് കാണാം, അത് ഒറിജിനൽ സ്വർണ്ണമാണ്. താജ്മഹൽ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് റൂമിലേക്കാണ്. റൂമിൽ നേരെ പുളിച്ചാടുന്നു, പുളി പരിപാടികൾ എല്ലാം. അപ്പോൾ ഇന്നത്തെ സൈറ്റ് സീയിങ് കഴിഞ്ഞു. സൈറ്റ് സീയിങ്ങിന് ശേഷം നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചു. കച്ചോടി, പിന്നെ ചാറ്റ് മസാല കൊണ്ടുള്ള കുറച്ച് സാധനങ്ങൾ, പിന്നെ അല്ലാതെ സമോസ, ബ്രെഡ് പക്കോട, എന്തെല്ലാമൊക്കെയോ ഐറ്റംസ്, ബ്രെഡ് ബജിയോ എന്തൊക്കെയോ കുറേ ഐറ്റംസ്, വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു. ചായ, പിന്നെ അല്ലാതെ കുറച്ച് ഷോപ്പിങ്ങും ചെയ്തു. പിന്നെ ആഗ്രാപേട്ട അറിയാമല്ലോ, ആഗ്രയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്വീറ്റാണ് ആഗ്രാപേട്ട. അതിൻ്റെ തന്നെ പല ഫ്ലേവർ ഐറ്റംസ് ഉണ്ട്. സോ അതൊക്കെ മേടിച്ച് വെച്ചിട്ട് ഞങ്ങൾ നേരെ ബഗ്ഗിയിൽ കയറി റൂമിലേക്ക് പോയി. അപ്പോൾ ഇനി ഡിന്നർ ടൈമാണ്. നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് പുറത്തൊരു കട തപ്പി പോവുകയാണ്. ലെറ്റ്സ് സീ. സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, മൊണോപ്പൊളി കഴിഞ്ഞു. അപ്പോൾ ഇനി കഴിക്കാം. ഇറങ്ങാൻ നേരത്ത് ഹോട്ടലുകാരുടെ വക തന്നെ കുറച്ച് കൾച്ചറൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ കണ്ടിട്ടാണ് ഇറങ്ങിയത്. രാത്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കടകളൊന്നും ഓപ്പൺ അല്ല. നല്ല എന്താ പറയുക, ലൈവായിട്ടുള്ള സ്ട്രീറ്റാണ്. പക്ഷേ ഹോട്ടലുകൾ ഒന്നും വലുതായിട്ടൊന്നും കണ്ടില്ല. അവിടെ അടുത്തായിട്ടൊരു മേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ അതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോയി. നമ്മൾ ഡിന്നറിന് വേണ്ടി ഒരു സ്പോട്ട് തപ്പി നമ്മൾ ആ റോഡിലേക്ക് ഇറങ്ങി കുറച്ച് ധാവകളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ബെസ്റ്റ് സ്പോട്ട് നോക്കി കയറി കഴിക്കാം. ധാവകളാകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ പക്ക ഫുഡ് കിട്ടും. ഫുഡ് തേടി നടന്ന് നമ്മളൊരു കടയെത്തി. അവിടെ 10 മണിക്ക് അടയ്ക്കുന്നാണ് പറയുന്നത്. ഇപ്പം മണി ഏകദേശം 9:37 അപ്പോൾ നോക്കാം. അതാണ് കട. ബാക്കി ആ ലൈറ്റൊക്കെ കാണുന്നില്ലേ, കയറി നോക്കാം. ഭയങ്കരമായിട്ടുള്ള തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഞങ്ങൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് തമാശയൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കുറച്ച് നേരം അന്താക്ഷരിയും മറ്റും കളിച്ചിരുന്നപ്പോഴത്തേക്കും ഫുഡ് വന്നു. നല്ല ചിക്കൻ ടിക്കയും റൊട്ടിയും കാര്യങ്ങളൊക്കെയാണ് വന്നത്. പിന്നെ ഞങ്ങൾ പനീറും അല്ലാത്ത കുറച്ച് ചിക്കൻ്റെ ഐറ്റംസും കടായും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഞങ്ങൾ പറഞ്ഞായിരുന്നു. എല്ലാം ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് കഴിച്ചു. ദെൻ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. പ്രതീക്ഷിക്കാത്തതാണെങ്കിലും നല്ല ഫുഡായിരുന്നു. അപ്രതീക്ഷിതമായി വളരെ നല്ല ഫുഡായിരുന്നു. കുറച്ച് ക്വാണ്ടിറ്റി കുറവായിരുന്നു എന്നുള്ള ഒഴിച്ച് നിർത്തിയ ഭക്ഷണം നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചു. ഇനി കിടക്കണം. കൂടെ കുറച്ച് ഗെയിംസ് കളിച്ചിട്ട് കിടക്കാമെന്നുള്ള വിചാരത്തിലാണ്. കുറച്ച് മൊണോപ്പൊളിയൊക്കെ ബാക്കിയൊക്കെ കളിച്ചിട്ട് കിടക്കാനാണ്. അപ്പോൾ ജസ്റ്റ് ഈ കടകളിൽ നിന്ന് കുറച്ച് ചെറിയ സ്നാക്സൊക്കെ മേടിക്കുക, നാളെ ഇനി യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കാണാം. മോർണിംഗ് ഗൈസ്, നമ്മളുടെ ഡേ 4, അതായത് നമ്മുടെ ഡൽഹി, നമ്മുടെ ആഗ്ര, ജയ്പൂർ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നമ്മുടെ ഗോൾഡൻ ട്രയാങ്കിൾ ട്രിപ്പിൻ്റെ ഡേ 4 ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് തിരിച്ച് ആഗ്രയിലോട്ട് പോകുന്ന റൂട്ടിലാണ് ഓരോ സ്ഥലങ്ങൾ. ആദ്യം നമ്മളിന്ന് പോകുന്നത്
നേരെ ഫത്തേപൂർ സിക്രിയിലേക്കാണ്. ഫത്തേപൂർ സിക്രിയിൽ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് പാക്ക് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ അതും കൊണ്ടാണ് പോകുന്നത്. ഫത്തേപൂർ സിക്രിയിൽ നിന്ന് നേരെ നമ്മൾ അടുത്ത സ്പോട്ടായിട്ട് ജയ്പൂരിലേക്ക് പോകും. ജയ്പൂരിൽ പോയി ചെക്ക് ഇൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ സൈറ്റ് സീയിങ്ങിന് പോകുന്നത്. അപ്പോൾ അടുത്ത സ്പോട്ടിൽ കാണാം. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. സോ ഞങ്ങൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടാണ് റെഡിയായി നിന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്തത് ഹോട്ടലിൽ നിന്ന് തന്നു. സോ ഞങ്ങൾ അതെല്ലാം മേടിച്ച് സെറ്റാക്കിയിട്ട് വണ്ടിയിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഇറങ്ങി ചെക്കൗട്ട് ചെയ്തു, എല്ലാമായി. ബ്രേക്ക്ഫാസ്റ്റ് അവർ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് ആ വണ്ടിയിലോട്ട് കയറാൻ പോകും. നേരെ ടു ഫത്തേപൂർ സിക്രി. അപ്പോൾ അവിടെ വെച്ച് കാണാം. രാവിലെ എഴുന്നേറ്റുകൊണ്ട് എല്ലാവർക്കും ചെറിയ ഉറക്കച്ചടവൊക്കെ ഉണ്ട്. സോ കാലൊക്കെ നീട്ടി വെച്ച് റിലാക്സ് ചെയ്ത് എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മയങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഫത്തേപൂർ സിക്രിയുടെ ഏരിയ ഒന്ന് എത്തി. നല്ല തണുപ്പുണ്ടായിരുന്നു. ഫത്തേപൂർ സിക്രി എത്തി. ഒരു ഗൈഡിനെ എടുത്തിട്ടുണ്ട്. ബാർഗെയിനൊക്കെ ചെയ്ത് 400 രൂപയ്ക്കാണ് എടുത്തത്. 800 തുടങ്ങി 400-ലെത്തി. എന്തായാലും നമ്മളതാ പോവാണ്. ഒരു പട്ടി ഞങ്ങളെ വിടാതെ പിന്തുടരുന്നുണ്ട്. എന്ത് ചെയ്താലും പോകുന്നില്ല. ഇയാൾ ഇവിടെ വന്നവർ ഫുഡ് കൊടുത്ത് അതങ്ങനെ ശീലിച്ചു വന്നു. സ്റ്റില്ലുണ്ട് കൂടെ. ഇവിടെയും നമ്മുടെ താജ്മഹലിലെ പോലെ തന്നെ വണ്ടി വരാൻ അനുവദിക്കില്ല, ഇലക്ട്രിക് ബസ്സിൽ കയറണം എന്ന് പറഞ്ഞ്. സോ ഞങ്ങൾ ആ ഒരു ഇലക്ട്രിക് ബസ്സിൽ കയറിയാണ് പോയത്. അത്യാവശ്യം നല്ല സീറ്റിംഗ് സ്പേസ് ഒക്കെ ഉള്ള ബസ്സാണ്. വേറെ ആൾക്കാരുണ്ടായിരുന്നു, ഞങ്ങൾ മാത്രമല്ല. ഈ കാണുന്നതാണ് ഫത്തേപൂർ സിക്രിയിലേക്കുള്ള എൻട്രി. വളരെ മനോഹരമായിട്ടുള്ള മറ്റേ ജഷ്നെ ബഹാര സോങ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ക്യാപിറ്റലായിട്ട് തിരഞ്ഞെടുത്തത് നമ്മുടെ ഈ ഫത്തേപൂർ സിക്രി ആയിരുന്നു. അതുകൊണ്ട് തന്നെ റോയലായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഫത്തേപൂർ സിക്രി. ഇവിടെയാണ് അക്ബറിൻ്റെ മറ്റേ ആനയെ കെട്ടിയിരുന്നത്. ഈ ആനയുടെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ ആനയെ കൊണ്ട് മണപ്പിച്ച് നോക്കിയിട്ട് ആനയ്ക്ക് ദേഷ്യം വന്നാൽ ആന ചവിട്ടി കൊന്ന അയാൾ കുറ്റവാളി, അല്ലെങ്കിൽ അയാൾ നല്ലത്. ഒരു വശത്തെ എല്ലാ നിയമങ്ങളും ഒന്നാണെന്ന് പറഞ്ഞ് ദിനിലാഹി നടപ്പാക്കിയ അക്ബറിൻ്റെ ഈ ഒരു തീരുമാനത്തോടെ എനിക്ക് ഒട്ടും യോജിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം ഒരു ആനയാണോ ശരിക്കും ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു സത്യം തിരിച്ചറിയേണ്ടതായിട്ടുള്ള ജീവി? അതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. ദിവാനി ഖാസ് എന്ന് പറഞ്ഞ് ഒരു പില്ലറിന് ചുറ്റും ഒരുപാട് ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചെറിയൊരു നിർമ്മിതി, അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ദെൻ മനോഹരമായ ആ കോർട്ട്യാർഡിലൂടെയൊക്കെ നടക്കുമ്പോൾ ആ ഒരു പഴയ കാലഘട്ടത്തിലൊക്കെ നമ്മൾ എത്തിപ്പെട്ടതുപോലെ നമുക്ക് തോന്നും. പണ്ട് കാലത്ത് ഭയങ്കരമായൊരു ഡ്രൗട്ട് വരികയും വാട്ടർ സ്കേസിറ്റി, അതായത് വെള്ളമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായപ്പോൾ അക്ബർ മുൻകൂട്ടി ആ ഒരു അവസ്ഥ ഭയങ്കരമായി മൂർച്ഛിക്കുന്നതിന് മുമ്പേ തന്നെ ബുദ്ധിപരമായിട്ട് ആഗ്രയിലേക്ക് ക്യാപിറ്റൽ അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫത്തേപൂർ സിക്രി ഒരു അബാൻഡൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗോസ്റ്റ് ടൗൺ ആയിട്ടുള്ള ഒരു സിറ്റി ആയിട്ട് മാറിയത്. എന്താണല്ലേ, നമുക്കൊന്നും ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണത്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ആ ഒരു നമ്മുടെ വീടൊന്നും ഒരിക്കലും നമുക്ക് ഉപേക്ഷിച്ച് പോകാൻ സാധിക്കില്ല. എന്നാൽ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു സിറ്റുവേഷൻ. അക്ബർ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായിട്ടുള്ള ജോധാബായിക്ക് വേണ്ടി നിർമ്മിച്ച ജോധാബായി മഹലും നമ്മുടെ ഈ കോസ്റ്റ് ടൗൺ അല്ലെങ്കിൽ നമ്മുടെ ഫത്തേപൂർ സിക്രിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു നിർമ്മിതികളാണ് കേട്ടോ. ജോധാബായും അക്ബറും ഒക്കെ ജീവിച്ചിരുന്ന ആ ഒരു സ്ഥലങ്ങളാണ് നമുക്കിവിടെ നേരിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അക്ബർ മീറ്റിംഗ്സ് ഒക്കെ നടത്താറുണ്ടായിരുന്ന മഹലുകളും മറ്റും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. രാജാവ് സെൻട്രലായിട്ടിരിക്കുകയും ചുറ്റും ഭടന്മാരും അല്ലെങ്കിൽ ഈ ചർച്ചകളൊക്കെ നടത്തുന്ന പണ്ഡിതന്മാർ നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ, അതുപോലെ ഇരിക്കാനുള്ള സെറ്റപ്പുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ജോധ അക്ബർ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, അതിനകത്തും കാണിക്കുന്ന സ്ഥലങ്ങളും മറ്റും ഈ സിമിലർ ആയിട്ടുള്ള ആർക്കിടെക്ചറാണ്. ദെൻ അവിടെ ഒരു മോസ്കും ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ട്, പ്രാർത്ഥനാലയം പോലെ. അവിടെ 2 തരത്തിലുള്ള ഒരു എൻട്രൻസും ഉണ്ട് ആ ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട്, ഫത്തേപൂർ സിക്രിയുടെ സൈഡിലായിട്ട്. ആ 2 എൻട്രൻസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണക്കാരല്ലെങ്കിൽ രാജാവിനെ പോലുള്ള റോയൽ ആയിട്ടുള്ള മെമ്പേഴ്സിന് വരാനായിട്ടുള്ളൊരു എൻട്രൻസും, ഒന്ന് സാധാരണക്കാർക്കായിട്ട് വരാനുള്ള എൻട്രൻസും ഉണ്ട്. പിന്നെ ആനയ്ക്ക് വേണ്ടി മറ്റൊരു വഴിയുമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് ഡിവിഷൻസൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണത്. അതിൻ്റെയൊക്കെ ഏറ്റവും മധ്യത്തിലായിട്ട് ഒരു ചെറിയ പ്രാർത്ഥനാലയം പോലൊരു സ്ഥലവും കാണാം. എൻ്റെ പ്രിയപ്പെട്ട പുരോഹിതൻ്റെ സ്ഥലമാണിത്. അവരുടെ ഫാമിലി ഫുള്ള് ഇവിടെ അടക്കിയിരുന്നു. പണ്ടുകാലത്ത് കൊട്ടാരം പുരോഹിതന്മാർക്ക് മറ്റും കൊടുത്തിരുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം രാജാവ് നിർമ്മിച്ച ആ ഒരു ക്യാപിറ്റൽ സിറ്റിയുടെ ഏറ്റവും നടുക്കാണ് അത് പ്ലേസ് ചെയ്തിരുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഈ പ്രാർത്ഥനാലയം പോലത്തെ ഈ മോസ്കോ ഉണ്ട്. അവിടെ ചെന്ന് നിസ്കരിക്കുകയോ പ്രാർത്ഥിക്കുകയോ കാര്യങ്ങളെല്ലാം ചെയ്യാം. ദൈവത്തിൻ്റെ ആ ഒരു പടമൊന്നും വെക്കാതെ എല്ലാം ആ ഒരു ദിനിലാഹി മതമായതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷനാണ്. എല്ലാ മതങ്ങളുടെയും സിമ്പിൾസ് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതെല്ലാം കാണാൻ. ചെറുക്കന്മാർ വന്ന് നമ്മളെ വളഞ്ഞു സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. നമ്മളിപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ മേടിച്ചു. ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ മേടിച്ചു. ഇനി നേരെ ഫത്തേപൂർ സിക്രിയിലേക്ക് പോകാൻ പോവാണ്. 400 രൂപ കൊടുത്ത് 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 400 ര
എന്നിട്ടിപ്പോ ഞാൻ വിടുന്നില്ല അവൻ. നമ്മൾ തിരിച്ചു പോവാണ്. ഫത്തേപൂർ സിക്രി കഴിഞ്ഞു. ഫത്തേപൂർ സിക്രി കണ്ടു കഴിഞ്ഞ് നമ്മളത് ആ വണ്ടിയിലോട്ട് കയറാൻ പോകുന്നു. നേരെ ജയ്പൂരിലേക്ക്. See you there. അങ്ങനെ ഞങ്ങൾ മുഗൾ ഭരണകാലത്തുള്ള പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ചതിയുടെയും പ്രതികാരത്തിൻ്റെയും ഒക്കെ കഥകളുള്ള ആഗ്രയിൽ നിന്ന് മടങ്ങുകയാണ്. അടുത്ത വീഡിയോ കാണാതെ കിഡ്സ് മീ ജി സൈനിങ് ഓഫ്. ബൈ.